നമസ്കാരം. ജി സുധാകരനെ ഇനി CPM പൂർണ്ണമായും ഒഴിവാക്കും. പി കൃഷ്ണപിള്ള അനുസ്മരണ ദിനത്തിൽ വലിയ ചുടുകാട്ടിൽ നടന്ന പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് CPMന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ തനിച്ച് ആദരാഞ്ജലി അർപ്പിച്ച സാഹചര്യം ചർച്ചയാക്കുന്നത് ഇതുതന്നെയാണ്. പരിപാടിയിൽ ക്ഷണിക്കാത്തതിന്റെ നീരസവും സുധാകരൻ പ്രകടിപ്പിച്ചു. കുറച്ചു കാലമായി സുധാകരനെ CPM ചടങ്ങുകൾക്കൊന്നും ക്ഷണിക്കാറില്ല. ഇതുതന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇനിയും സുധാകരനെ പാർട്ടി പരിപാടികളിലേക്ക് ക്ഷണിക്കില്ലെന്ന സന്ദേശം കൂടിയായി ഇത് മാറുകയാണ്. ഇനി ഒരു പരിപാടിക്കും സുധാകരനെ വിളിക്കില്ല. പാർട്ടി വേദിയിലെത്തി സർക്കാർ വിമർശനം നടത്തുമെന്ന ആശങ്കയിലാണ് ഇതെല്ലാം. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പി കൃഷ്ണപിള്ള അനുസ്മരണ ദിനത്തിൽ കാര്യങ്ങൾ ജില്ലാ നേതൃത്വം നിശ്ചയിച്ചത്. ജി സുധാകരന്റെ അടുത്ത നീക്കം എന്താകുമെന്ന് CPM നിരീക്ഷിക്കുന്നുമുണ്ട്. സുധാകരന്റെ സഹായമില്ലെങ്കിലും CPMന് ആലപ്പുഴയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന സന്ദേശമാണ് ഇതിലൂടെ CPM നൽകുന്നത്. സുധാകരനെ UDF നോട്ടമിടുന്നുവെന്ന വാർത്തകൾ എത്തിയിരുന്നു. എന്നാൽ താൻ മരണം വരെ CPMുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് സുധാകരൻ പറയുകയും ചെയ്തു. CPMുമായി ചേർന്ന് നിൽക്കുമെന്ന സന്ദേശം നൽകി. പക്ഷേ അതൊന്നും CPM മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഈ സന്ദേശമാണ് കൃഷ്ണപിള്ള അനുസ്മരണത്തിലൂടെ നൽകുന്നത്. പാർട്ടി പരിപാടിക്ക് ശേഷമാണ് സുധാകരൻ വലിയ ചുടുകാട്ടിലെത്തിയത്. VSന് സുഖമില്ലാതായതിനു ശേഷം താനായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകനെന്നും ഇത്തവണ ക്ഷണമുണ്ടായില്ലെന്നും സുധാകരൻ പറഞ്ഞു. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എളമരം കരീമാണ്. മന്ത്രി സജി ചെറിയാനും ജില്ലാ സെക്രട്ടറിയും പങ്കെടുത്തു. പരിപാടി കഴിഞ്ഞ് നേതാക്കൾ മടങ്ങിയ ശേഷമാണ് ഓട്ടോറിക്ഷയിൽ സുധാകരൻ വലിയ ചുടുകാട്ടിലെത്തിയത്. പിന്നീട് ആദരമർപ്പിച്ച ശേഷം അദ്ദേഹം ഓട്ടോയിൽ മടങ്ങി. VSന് സുഖമില്ലാതായതിനു ശേഷം ഞാനായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. ജില്ലയിലെ പാർട്ടി അംഗത്വത്തിൽ സീനിയറാണ് ഞാൻ. 62 വർഷമായി പാർട്ടി അംഗമാണ്. പരിപാടി കഴിഞ്ഞ വിവരം അറിഞ്ഞില്ല, എന്നെ വിളിച്ചില്ല. ഇവിടെ വന്ന് പ്രതിജ്ഞ പുതുക്കേണ്ടത് ആവശ്യമാണ്. പരിപാടിക്ക് വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷം വരെ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. പാർട്ടി അംഗമാണ്. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ചിലാണ് പ്രവർത്തിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. CPMും CPIയും സംയുക്തമായി നടത്തിയ അനുസ്മരണ സമ്മേളനം ഇത്തവണ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമാണ് ഉദ്ഘാടനം ചെയ്തത്. CPI ജില്ലാ സെക്രട്ടറി S സോളമൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യ പ്രഭാഷണം നടത്തി. CPM ജില്ലാ സെക്രട്ടറി R നാസർ സ്വാഗതം പറഞ്ഞു. രാവിലെ 7-ന് ആലപ്പുഴ തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്നും അനുസ്മരണ റാലി ആരംഭിച്ചു. 8-ന് വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി സജി ചെറിയാൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CV ചന്ദ്രബാബു, K പ്രസാദ്, കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KH ബാബുജാൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ AM ആരിഫ്, PP ചിത്രരഞ്ജൻ, H സലാം, CPI ദേശീയ കൗൺസിൽ അംഗം മന്ത്രി P പ്രസാദ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ TJ ആഞ്ചലോസ്, PV സത്യനേശൻ, AYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ എന്നിവർ സംസാരിച്ചു. കണ്ണർകാട് പി കൃഷ്ണപിള്ള സ്മൃതി മണ്ഡപത്തിൽ രാവിലെ 9-ന് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ദിനാചരണ കമ്മിറ്റി പ്രസിഡന്റ് KB ബിമൽ റോയ് അധ്യക്ഷത വഹിച്ചു. CPI കേന്ദ്ര കമ്മിറ്റി അംഗം KP രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. സമീപകാലത്ത് സർക്കാരിനെതിരെ ജി സുധാകരൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങളും മറ്റുമാണ് അദ്ദേഹത്തെ പാർട്ടി പരിപാടിയിൽ നിന്ന് അകറ്റി നിർത്തിയതിന് പിന്നിലെന്നാണ് സൂചന. എന്നാൽ കഴിഞ്ഞ വർഷം വരെ ഉദ്ഘാടകനായിരുന്ന തന്നെ ഇത്തവണ വിളിക്കാതിരുന്നതിന് പിന്നിൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ സുധാകരൻ ഒരു വർഷത്തിനിടയിൽ വിളിക്കാതിരിക്കാൻ കാരണമായ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി. തുടർന്നാണ് അദ്ദേഹം ഓട്ടോയിൽ ഏകനായി എത്തിയത്.